പ്രത്യേക കേസായി പരിഗണിച്ച് ബഹുമാനപ്പെട്ട നെല്ലിക്കുന്നിനെ ക്ഷണിക്കുന്നു. സർ, ഈ സംഭവം ഒരു പ്രത്യേക മണ്ഡലത്തിൽ മാത്രം ഒതുക്കി നിർത്തേണ്ട സംഭവം അല്ല എന്നതുകൊണ്ടാണ് ഈ കാസർഗോഡ് ജില്ലക്കാരനായ ഞാൻ ഈ സബ്മിഷൻ ആദ്യം തന്നത്. ഞാൻ അങ്ങക്ക് ഈ സബ്മിഷൻ തന്നപ്പോൾ ഞാൻ പ്രത്യേകം അന്വേഷിച്ചിരുന്നു, ഏതെങ്കിലും MLA ഇതുമായി ബന്ധപ്പെട്ട് വല്ല സബ്മിഷൻ തന്നിരുന്നോ എന്ന്. അത് അങ്ങ് പറഞ്ഞ മറുപടി ആരും തന്നില്ല എന്നതാണ്. ഇവിടെ ഇപ്പോൾ അടിയന്തര പ്രമേയം അവതരിപ്പിച്ച് ശ്രീ EP ജയരാജൻ പ്രസംഗിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അദ്ദേഹം ആ ജില്ലക്കാരനല്ലാത്ത അദ്ദേഹം. പക്ഷെ അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് ഒരു പ്രത്യേക ജില്ലയിലോ മണ്ഡലത്തിലോ ഒതുക്കി നിർത്തേണ്ട പ്രശ്നമല്ല. 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പിഞ്ചു പൈതലിനെ കഴുത്തറുത്തും കൊല്ലുന്ന സംഭവം ഒരു പ്രത്യേക മണ്ഡലത്തിൽ ഒതുക്കി നിർത്തേണ്ടതല്ല. ഈ സംസ്ഥാനത്തെ ആകെ നടുക്കിയ സംഭവമാണ്. അതുകൊണ്ടാണ് ഞാൻ ആ മണ്ഡലക്കാരനല്ലാത്ത ഞാൻ ആ സബ്മിഷൻ ഇവിടെ അവതരിപ്പിക്കാൻ മുന്നോട്ട് വന്നത്. ശ്രീ EP ജയരാജൻ ഇവിടെ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്താണ്? ഈ ഫാദർ എന്ന കുട്ടിയോടുള്ള സ്നേഹം കൊണ്ടോ ആ കുടുംബത്തോടുള്ള സ്നേഹം കൊണ്ടോ അല്ല അവരിവിടെ അടിയന്തര പ്രമേയം കൊണ്ടുവന്നത്. ആ വിഷയത്തെക്കുറിച്ച് അവരൊന്നും സംസാരിച്ചില്ല. അവരൊന്നും സംസാരിച്ചില്ല. അവർ പറഞ്ഞത് തൊഗാഡിയ, മുസ്ലിം ലീഗ്, ഇങ്ങനെ ആഗോള രാഷ്ട്രീയം, ഈ അടിയന്തര പ്രമേയത്തിൽ ആഗോള രാഷ്ട്രീയം പറയാനാണ് അവർ സമയം മുഴുവൻ ഉപയോഗിച്ചത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ സംഭവത്തില് ആ കുട്ടിയോടും ആ കുടുംബത്തോടുള്ള സ്നേഹം കൊണ്ടല്ല അവർ ഈ അടിയന്തര പ്രമേയം ഇവിടെ കൊണ്ടുവന്നത്. ഞാൻ ഈ സബ്മിഷൻ കൊണ്ടുവന്നത് ഈ സംഭവം നമ്മുടെ സംസ്ഥാനത്തെ ഞെട്ടിപ്പിച്ച സംഭവമാണ്. ആ കുടുംബത്തോടുള്ള സഹതാപം കൊണ്ടാണ് ഞാൻ ഈ സബ്മിഷൻ കൊണ്ടുവന്നത്. എനിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും ആഭ്യന്തരമന്ത്രിയോടും പറയാനുള്ളത്, ഈ പ്രതി ഒരു മാനസിക രോഗിയല്ല. കോടതിയിൽ ഈ കേസ് എത്തുമ്പോൾ മുമ്പേ ആ പ്രതിക്ക് കിട്ടിയ പരിഗണന മാനസിക രോഗിയാണ് എന്നുള്ള പരിഗണന ഈ കേസിൽ ആ പ്രതിക്ക് കിട്ടാൻ പാടില്ല എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. പോലീസ് ഒരുപക്ഷെ കാസർഗോഡിന്റെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്തിട്ടാവാം പോലീസ് ആ പ്രതി മാനസിക രോഗിയാണ് എന്ന് ആദ്യം പറഞ്ഞത്. കാസർഗോഡിന്റെ പ്രത്യേക സാഹചര്യം നമുക്കറിയാം. 2 റിക്ഷകൾ കൂട്ടിമുട്ടിയാൽ മതം നോക്കി, ജാതി നോക്കി ഒരു ചെറിയ തീപ്പൊരി പോലും വലിയ തീയായി പടരുന്ന ഒരു പ്രദേശമാണ് കാസർഗോഡ്. അതുകൊണ്ട് നമ്മുടെ കാസർഗോഡിനെ, ഈ സംസ്ഥാനത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയായിരിക്കാം പോലീസ് ആദ്യമായി അതൊരു മാനസിക രോഗിയാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും ആഭ്യന്തരമന്ത്രിയോടും പറയുവാനുള്ളത്, ഈ കേസ് കോടതിയിലെത്തുമ്പോൾ മാനസിക രോഗിയാണ് എന്നുള്ള ഒരു പരിഗണന ഈ പ്രതിക്ക് കിട്ടാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ പാവപ്പെട്ട ഒരു കുടുംബമാണ്. മുഖ്യമന്ത്രിയോട് എനിക്ക് പറയാനുള്ളത്, ആ കുടുംബത്തിന് മതിയായ സാമ്പത്തിക സഹായം നൽകണം എന്നുകൂടി ഞാൻ അഭ്യർത്ഥിക്കുന്നു. എല്ലാവരും ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി മറുപടി പറയട്ടെ. പ്ലീസ് സീറ്റിലിരുന്നേ.